മറ്റു വാർത്തയിലേക്ക്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ സെൻസർ ബോർഡ് നിയന്ത്രണം മറികടക്കാൻ പൊതുജനം അറിയാൻ പാടില്ലാത്ത വിധം താൻ ഇടപെട്ടിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി. എന്നാൽ മന്ത്രി എന്ന നിലയിൽ സിസ്റ്റത്തിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ ആരെയൊക്കെ ഇതിനായി ബന്ധപ്പെട്ടു എന്ന് പറയേണ്ട കാര്യമില്ലെന്നും സുരേഷ് ഗോപി ദുബായിൽ പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിൽ അംഗമാണ്. അതിൻ്റെ മര്യാദകളെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ പ്രൊഡ്യൂസറെയും അതിൻ്റെ ക്രിയേറ്റീവ് സെഗ്മെൻറ്റിനെയും ഒരുപക്ഷെ നിങ്ങളെ ഒന്നും അറിയിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അതിൻ്റെ ഉന്നത തലത്തിൽ പങ്കെടുത്ത് ചർച്ച ചെയ്ത് അതിന് ചില തീർപ്പുകളിലേക്ക് നയിക്കുന്നതിന് എൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം പിന്തുണയുണ്ടായിട്ടുമുണ്ട്. ഇത് ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ട്. അതെനിക്ക് ഇപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. മിനിസ്ട്രി അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിനിസ്ട്രി ആരുടെയും പക്ഷത്തില്ല. അല്ല, താങ്കൾ തന്നെ പറഞ്ഞു പബ്ലിക് അറിയാൻ പാടില്ലാത്ത ഒരു ഇടപെടൽ ഞാൻ നടത്തുന്നു, ഇത് സുതാര്യമായിരിക്കണമെന്ന് പറയുന്നു. ഇതെങ്ങനെയാ ശരിയാവും രണ്ടും കൂടി? അതെന്ത് ചോദ്യമാണ്? എനിക്ക് പറ്റുന്ന തരത്തിൽ എൻ്റെ നേതാക്കളോട് ഞാൻ സിസ്റ്റത്തിൽ കയറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സെൻസർ ബോർഡിൽ കയറി ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാക്കുന്നതിന് എൻ്റെ പവർ ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്താണ് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചില്ലേ, ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സൂചിപ്പിക്കപ്പെടും. അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അറിയിച്ചത് ആരെയൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ പ്രൊപ്പഗണ്ട സിനിമയാണെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി CCTV ഷീ ടാക്സി എന്നിവയുടെ പേരിൽ ചെലവഴിച്ച തുക കൊണ്ട് എന്തു ഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നത് പ്രൊപ്പഗണ്ടയാണോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണ് ഞാൻ പറഞ്ഞു. അങ്ങനൊന്നും അതൊന്നും വകവയ്ക്കുന്നില്ല. അതൊക്കെ പറയേണ്ടവരൊക്കെ പറയും, അവർ പറഞ്ഞോട്ടെ. അതിലൊന്നും ഒരു പങ്കുമില്ല. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? ഈ സിനിമയിൽ ജാനകി എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര ജാനകിമാരുണ്ട്, ഇന്ത്യയിൽ എത്ര ജാനകിമാരുണ്ട്, ലോകത്ത് എത്ര ജാനകിമാരുണ്ട്. ഇവർക്കൊക്കെ നീതി നല്ല സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും അനുഭവിച്ച് മരണത്തിലേക്ക് യാത്ര ചെയ്തെത്താൻ പറ്റുമോ? പറ്റിയിട്ടുണ്ടോ? എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? അത് എത്രയോ വർഷങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ത്രീ ശാക്തീകരൺ മൂവ്മെന്റ് ദേശീയ തലത്തിൽ, പിങ്ക് പോലീസ് സംസ്ഥാന തലത്തിൽ. അതിനകത്ത് നിങ്ങൾ ഈ ഒരു ഉന്നം വെച്ച് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് ഒന്ന് മാറ്റി നിർത്തിയാൽ പ്രൊപ്പഗാൻഡയാണോ എന്ന് ചോദിച്ചാൽ യെസ്. എത്ര കോടിയാണ് നിങ്ങൾ പിങ്ക് പോലീസിന്റെ പേരിൽ ചെലവാക്കിയത്? സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ എത്ര CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട്? അതിൻ്റെയൊക്കെ ഫലം എന്തുണ്ടായി എന്ന് ചോദിക്കുന്നത് പ്രൊപ്പഗാൻഡയാണ്. ചോദിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും മൈക്കെടുത്തേ നടക്കാൻ പാടില്ല. നിങ്ങളെല്ലാം പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണ്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, വിവിധ രാഷ്ട്രീയമുണ്ട്. സംവിധായകൻ പ്രവീൺ നാരായണൻ, നിർമ്മാതാവ് ഫനീന്ദ്രകുമാർ, നടൻ അസ്ഗർ അലി, മാധവ്, സുരേഷ് ഗോപി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്.